ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും എൻ്റെ നവരാത്രി ആശംസകൾ നേരുന്നു. ഇന്ന് ഞാൻ നവരാത്രി സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്നത് പഞ്ചാമൃതമാണ്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് പഞ്ചാമൃതത്തിൻ്റേത്. അപ്പോൾ നമ്മൾക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമ്മൾക്കതിലേക്ക് വേണ്ടി ചെറിയ പഴമാണ് വേണ്ടത്. നമ്മൾക്കിനി പഴത്തിൻ്റെ തൊലി കളഞ്ഞെടുക്കാം. ഇനി നമ്മൾക്ക് നടുവിലേക്ക് കീറി കട്ട് ചെയ്തെടുക്കാം. ചെറുതായി കട്ട് ചെയ്തെടുക്കണേ. ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാ പഴവും ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇത്രയും പോകുന്നൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാം ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കൽക്കണ്ട ആഡ് ചെയ്ത് കൊടുക്കാം. 2 കഷ്ണം കൽക്കണ്ടാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. പൊടിച്ചെടുത്താൽ, നല്ലോണം പൊടിയണ്ട, ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്താൽ മതി. ഇനി ഇതിലേക്ക് ശർക്കര ആഡ് ചെയ്ത് കൊടുക്കാം. ഒരച്ച് ശർക്കരേൻ്റെ പകുതി കഷ്ണമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതും ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തതാണ്. ഇനി മുന്തിരി ആഡ് ചെയ്ത് കൊടുക്കാം. തേൻ ആഡ് ചെയ്ത് കൊടുക്കാം. രണ്ട് സ്പൂൺ തേനാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി ഒന്ന് ഉടച്ചു കൊടുക്കണം പഴം. കുറച്ച് പഴുത്ത പഴമാണ് നല്ലത് കേട്ടോ, അതിൻ്റെ ഒരു ടേസ്റ്റൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1.5 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പഞ്ചാമൃതം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഈ നവരാത്രിക്ക് ഇത് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിൻ്റെ തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തണേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്.